ഗായ്സ്, വെൽക്കം ബാക്ക് ടു നാസ് ആർട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാസ്ക് വെച്ചിട്ട് ഒരു അടിപൊളി ബൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ പറയണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ബൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാസ്ക് മാത്രമാണ് വേണ്ടത്. ഒരു മാസ്ക് വെച്ചിട്ട് 2 ബൊക്കെ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതിൻ്റെ മേലത്തെ ഭാഗവും അടിയത്തെ ഭാഗവും സെൻറ്ററത്തെ പോർഷനും അത് മാത്രമാണ് നമുക്കിതിൽ ആവശ്യമുള്ളത്. അപ്പോൾ ഈ ചാനലിൽ കൂടുതലും ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഒക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിനോട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ലെങ്ത്ത് കൂടിപ്പോയതുകൊണ്ട് ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് ഇടുകയാണ്. ഈ കട്ട് ചെയ്ത പോർഷനിൽ മേലത്തെ പോർഷനിൽ ഒരു കമ്പി വരുന്നുണ്ട്, അത് നമുക്ക് വെള്ളം റിമൂവ് ചെയ്ത് കളയാം. പിന്നെ 2 ബൊക്കെ ചെയ്യുമ്പോഴാണ് ഈ 2 മേലത്തെയും താഴത്തെയും പോർഷൻ്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു പോർഷൻ മാത്രം മതി നമുക്ക്. ഇനി വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ മേലത്തെ ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഈ ഭാഗമാണ് നമ്മൾ ബൊക്കേൻ്റെ ഉള്ളിലായിട്ട് വെക്കുന്നത്. കട്ട് ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും. ഇതിന് ബൊക്കെ എന്ന് വിളിക്കണോ അത് ഫ്ലവർ എന്ന് വിളിക്കണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നിട്ടൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കുക. ടൂത്ത് പിക്ക് തന്നെ വേണമെന്നില്ല, ഒരിക്കലും എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ടൂത്ത് പിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ടൂത്ത് പിക്ക് എടുത്തു എന്നുള്ളൂ. ഞാനിതുപോലത്തെ 2-3 ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. റോൾ ചെയ്തതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ പശ തേക്കുന്നുണ്ട്. ഫസ്റ്റിലും പശ തേക്കുക, അതാവുമ്പോൾ കുറച്ചും കൂടെ നല്ലപോലെ പെർഫെക്ഷനിൽ കിട്ടും. റോൾ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. മാസ്കിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷൻ തന്നെ 3 ഷീറ്റ് കിട്ടും. 3 ഐറ്റം ഷീറ്റ് കിട്ടും നമുക്കതിന്. അത് 3ഉം സെപ്പറേറ്റ് ആക്കണം. പിന്നീട് 3 പോർഷനും ഫോൾഡ് ചെയ്തിട്ട് ഒരു 8 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ 8 പീസ് 2 ബൊക്കെ ചെയ്യുമ്പോഴാണ് 8 പീസിൻ്റെ ആവശ്യമുള്ളൂ. ഒരു ബൊക്കേക്ക് ഈ 8 പീസിൽ 4 പീസ് മതി. അതായത് ഒരു മാസ്കിൻ്റെ എല്ലാത്തിൻ്റെയും ഹാഫ് ആയിട്ട് എടുത്താൽ നമുക്ക് 2 ബൊക്കെ ആയിട്ട് ചെയ്യാം. ഇതൊരു മിനി ബൊക്കെ ആയതുകൊണ്ടാണ് 8 പീസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെറുതാക്കി പറയുന്നത്. ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ 8 പീസ് ആക്കുന്നിടത്ത് 4 പീസാക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഒരു മിനി ഗിഫ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഷോർട്സിൽ പോയാൽ മതി. അപ്പോൾ ഈ 3 ഷീറ്റും ഒരുപോലെ 8 പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിത് നമ്മൾ ആദ്യം റോൾ ചെയ്ത് വെച്ചുമ്പോൾ ഒന്ന് റോൾ ചെയ്യണം. യൂസ് ചെയ്ത മാസ്ക് ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറേ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരുപാട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത മാസ്ക് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്മേൽ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നൂലാണ് എടുത്തിട്ടുള്ളത്. പശുവൊക്കെ ഒട്ടിക്കാൻ നിന്നാൽ നല്ല ടൈം എടുക്കും, കുറച്ച് റിസ്ക്കുമാണ് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നൂലെടുക്കുന്നത്. നമ്മൾ ഈ ബൊക്കെ ഷീറ്റൊക്കെ മടക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ ചുറ്റോറും വെച്ചിട്ട് നൂല് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക, നൂലിട്ട് ചുറ്റുമ്പോൾ നല്ല ടൈറ്റിൽ ചുറ്റുക, അല്ലെങ്കിൽ മൊത്തത്തിൽ ലൂസായി പോരും. അപ്പോൾ ആദ്യം ഇതിൻ്റെ നല്ല വൈറ്റായിട്ടുള്ള ഒരു പോർഷൻ അതിൻ്റെ സെൻറ്ററിൽ വരുന്നത്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബ്ലൂ കളറിലുള്ള പോർഷനും പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന പോർഷനുമാണ്. ആ ഒരു രീതിയിലാണ് ഞാനിത് റോൾ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മേലെ വൈറ്റും ബ്ലൂവും മാത്രമാണ് വരുന്നത്. ലാസ്റ്റുള്ള ഒരു വൈറ്റ് പോർഷൻ ഒരു കട്ടില്ലാത്തൊരു പോർഷനാണ്, അത് ഏറ്റവും അടിയിലേക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് റിസ്ക്കി ആണെന്നൊക്കെ തോന്നും, പക്ഷേ ഒന്നുണ്ടാക്കി വന്നപ്പോൾ തന്നെ പിന്നെ ഇത് ഭയങ്കര സിമ്പിളാണ്. ഇത് മാസ്ക് വെച്ചിട്ട് മാത്രമൊന്നുമല്ല, പ്ലാസ്റ്റിക്കിൻ്റെ കവേഴ്സ് വെച്ചിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നി. ബൊക്കേൻ്റെ മേലത്തെ ഭാഗം നമ്മളുടെ കവറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയത്തെ ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അടിയത്തെ ഭാഗം കവർ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ടൂത്ത് പിക്കും വെച്ച് മൊത്തം ഒന്ന് നൂലായിട്ട് റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇത്ര ഉണ്ടാക്കി വരുമ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ട്. ഇനി അടിയത്തെ ഭാഗം വെക്കാതെ നമ്മളൊക്കെ ചെറിയ മിനി ആയിട്ടുള്ള ഫ്ലവർ വൈസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടൂത്ത് പിക്ക് അതിലേക്ക് ഇറക്കി വെച്ചാലും മതി. ഞാൻ അതിൻ്റെ അടിഭാഗം കാണുമ്പോൾ ബോറ് തോന്നിയിട്ടാണ് ഈ വൈറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൊക്കേൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ സെൻറ്ററിൽ നൂല് വെച്ച് ഇങ്ങനെ കെട്ടുന്നത് കൊണ്ട് ചെറിയൊരു ബോറ് തോന്നിയതുകൊണ്ട് തന്നെ ആ ഒരു സെൻറ്റർ പോർഷനിൽ ഞാൻ വേറെ എന്തെങ്കിലും നൂല് വെച്ചിട്ട് കെട്ടാമെന്ന് വിചാരിച്ച് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു നൂലുണ്ടായിരുന്നു. ഒരു ചൂട്ട് പോലത്തെ കുറച്ച് കട്ടിയുള്ളൊരു നൂലാണ്. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. നമ്മളൊക്കെ റിബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ റിബൺ വെച്ച് ചെയ്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ 2-3 മാസ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു 3 ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഇങ്ങനെയാണ് കാണാൻ. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.